പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അവർ ജെറുസലേമിലേക്കുള്ള വഴിയെ നടന്നു പോവുകയായിരുന്നു. യേശു അവരുടെ മുമ്പിൽ നടന്നിരുന്നു. അവർ വിസ്മയിച്ചു. അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു. അവൻ 12 പേരെ മടുത്ത് വിളിച്ച് തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇതാ, നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. 3 ദിവസത്തിന് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും. യേശുവിൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ, നോമ്പിൻ്റെ ഈ ദിവസത്തിൽ യേശുതമ്പുരാൻ നമ്മുടെ മുമ്പേ നടന്നു പോകുന്നു. സുവിശേഷത്തിൽ പറയുന്നത് പോലെ ജെറുസലേമിലേക്കുള്ള വഴിയിൽ അവൻ അവർക്ക് മുമ്പേ നടക്കുകയായിരുന്നു. അവൻ്റെ മുഖത്ത് ഭയമില്ലായിരുന്നു. അവൻ്റെ മുഖത്ത് ആകുലതയില്ലായിരുന്നു. ദൈവഹിതം അനുസരിച്ച് എല്ലാം നിറവേറണം, അത് അവൻ്റെ ഉറപ്പായിരുന്നു. പക്ഷേ അവനെ അനുയാത്ര ചെയ്തിരുന്ന സുവിശേഷം പറയുന്നു, അവനെ അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെട്ടു, ആകുലപ്പെട്ടു. കാരണം അവൻ ജെറുസലേമിലേക്ക് പോകുന്നത് പീഡ സഹിക്കാനും കുരിശു മരണം വഹിക്കുവാനുമായിട്ടാണ്. ഈ നോമ്പിൻ്റെ ഇന്നത്തെ ദിവസം യേശു നമ്മുടെ കൂടെ നിന്ന്, അല്ലെങ്കിൽ നമ്മളെ തിരിഞ്ഞു നോക്കി നമ്മളെ ധൈര്യപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല, ഭയപ്പെടേണ്ട. ഇന്നത്തെ ദിവസം നിങ്ങൾ മുന്നോട്ട് നീങ്ങണം. നോമ്പിൻ്റെ ഈ ദിനങ്ങൾ പൂർത്തിയാക്കണം. നോമ്പിൻ്റെ ദിനങ്ങൾ മാത്രം പൂർത്തിയാക്കിയാൽ പോരാ, മറിച്ച് ദൈവം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കണം. അതൊരു പക്ഷേ സഹനത്തിൻ്റെ വഴികളായിരിക്കാം. കാരണം നിങ്ങൾക്ക് മുമ്പേ ഞാനാണ് പോകുന്നത്. എന്നെയാണ് നിങ്ങൾ അനുഗമിക്കുന്നതെങ്കിൽ അവൻ്റെ വാക്കുകൾ നമുക്ക് അനുസ്മരിക്കാം. എന്നെയാണ് നിങ്ങൾ അനുഗമിക്കുന്നതെങ്കിൽ കുരിശെടുക്കണം, വേദന സഹിക്കണം. പക്ഷേ ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം ഞാൻ നിങ്ങൾക്ക് മുമ്പേ ഉണ്ട്. ഇന്നത്തെ ദിവസം നമ്മളെ തന്നെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് ഈ വാക്കുകൾ കൊണ്ടാണ്. ഭയപ്പെടേണ്ട മക്കളെ, നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് പിതാവായ ദൈവവും യേശു തമ്പുരാനും പരിശുദ്ധാത്മാവും നമ്മളെ ധൈര്യപ്പെടുത്തുമ്പോൾ നമ്മളെന്തിനാണ് ഭയക്കുന്നത്? ജീവിതത്തിലെ ഫലഭയങ്ങളും നമ്മളെ തകർക്കാറുണ്ട്. ഒരു പക്ഷേ ഇന്നത്തെ ദിവസം തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാവാം. പക്ഷേ യേശു മുമ്പേ നടക്കുകയാണ്. മുമ്പേ നടക്കുവാനായിട്ട് ആത്മാവിൻ്റെ ശക്തി വേണം. യേശു തൻ്റെ ജീവിതം ആരംഭിച്ചതും പൂർത്തിയാക്കുന്നതുമെല്ലാം ഈ ആത്മാവിൻ്റെ ശക്തിയിലാണ്. അങ്ങനെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ മാത്രമാണ് യേശുവിനെ പിൻഗമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു തമ്പുരാൻ തിരിഞ്ഞു നിന്ന് നമ്മളെ ശക്തിപ്പെടുത്തുന്നു. എൻ്റെ പുറകെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ക്ലേശവും ദുരിതവും ഉണ്ടാകും, പക്ഷേ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളെ ഒന്നും അടിമപ്പെടുത്തില്ല, നിങ്ങളെ ഒന്നും തകർക്കില്ല. മറിച്ച് ദൈവഹിതം പൂർത്തിയാക്കാൻ നിങ്ങളുടെ മനുഷ്യജീവിതം, ഈ ലോകത്തിലെ മനുഷ്യജീവിതം, അത് എല്ലാം പൂർത്തിയായി പിതാവേ എന്ന് പറഞ്ഞ് സംതൃപ്തിയോടെ തീർക്കുവാനായിട്ട് പറ്റും. നമ്മുടെ ജീവിതം സംതൃപ്തമായിരിക്കണം. ഇന്നത്തെ ജീവിതം ഇന്ന ദിവസം പൂർത്തിയാക്കുമ്പോൾ യേശുവിൻ്റെ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം. എൻ്റെ കൂടെയാണ് നിങ്ങൾ വരുന്നത്, അതുകൊണ്ട് ഭയപ്പെടേണ്ട. മരണം മുമ്പിലുണ്ടാവാം, ഒരു പക്ഷേ രോഗം അലട്ടിയിട്ടുണ്ടാവാം, ഇന്നത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടിയിട്ടുണ്ടാവാം. പക്ഷേ ഭയപ്പെടേണ്ട, മുന്നോട്ട് തന്നെ വരിക. ഈ സുവിശേഷത്തോട് ചേർന്ന് യേശുവിനെ അടുത്ത് അനുഗമിച്ച പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ധൈര്യപ്പെടുത്തുന്നു. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, പ്രത്യുത പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് ദൈവത്തെ ആബാ പിതാവേ എന്ന് നാം വിളിക്കുന്നത്. നാം ദൈവമക്കളാണെന്ന് ഈ ദൈവാത്മാവ് നമ്മുടെ ആത്മാവിന് സാക്ഷി നൽകുകയും ചെയ്യുന്നു. മക്കളെങ്കിൽ നമ്മൾ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും മിശിഹായുടെ കൂട്ടവകാശികളും. അവിടുത്തോടൊപ്പം നാം സഹിക്കുന്നുവെങ്കിൽ
അത് അവിടുത്തോടൊപ്പം നമ്മെ ഉയർപ്പിക്കേണ്ടതിനത്രേ. ധൈര്യമായി മുന്നോട്ട് പോകുവാൻ പൗലോസ് അപ്പോസ്തലനും നമ്മളോട് ആവശ്യപ്പെടുന്നു. ദൈവാത്മാവിനാലാണ് നമ്മൾ നയിക്കപ്പെടുന്നത്. നമ്മൾ സ്വീകരിച്ച മാമോദീസായിലൂടെ, മൂറോൻ അഭിഷേകത്തിലൂടെ നമ്മൾ ശക്തീകരിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവ് നിറഞ്ഞാണ് നമ്മൾ ആരംഭിക്കുന്നതെങ്കിൽ ഈ ദിവസം മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകും. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ യേശുവിനെ പോലെ മുമ്പേ പോകാൻ ധൈര്യം കാണിക്കും. മുമ്പേ പറക്കുന്ന പക്ഷികൾ എന്ന ചൊല്ലുപോലെ ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തെ ഇന്ന് നയിക്കേണ്ടത് നമ്മളായിരിക്കാം. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ശക്തിപ്പെടുത്തേണ്ടത് നമ്മളായിരിക്കാം. ഇന്ന് നമ്മുടെ അപ്പനമ്മമാരെ ശക്തിപ്പെടുത്തേണ്ടത് ഒരുപക്ഷെ നമ്മളായിരിക്കാം. ഇന്ന് സമൂഹത്തിൽ എൻ്റെ കൂട്ടുകാരെ, അയൽപക്കക്കാരെ, നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തരെയും ശക്തിപ്പെടുത്തേണ്ടത് ഒരുപക്ഷെ നമ്മളായിരിക്കാം. അങ്ങനെയുള്ള നമ്മൾ യേശുവിനെ പോലെ ധൈര്യത്തോടെ മുമ്പിൽ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്നു. അങ്ങനെ ധൈര്യത്തോടെ മുമ്പേ നിൽക്കുന്നവരാണ് മറ്റുള്ളവർക്ക് തണലാവുന്നത്. അങ്ങനെ തണലാകുവാനായിട്ടാണ് ഇന്നത്തെ ദിവസം ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നത്. മറ്റുള്ളവർക്ക് തണലാവാം, ശക്തിയാവാം. ഒരു പക്ഷേ ധൈര്യം നശിച്ച്, ആത്മബലം നശിച്ച് തളർന്നു കിടക്കുന്ന ഒരു പറ്റം ആളുകൾ നമ്മളിന്ന് കണ്ടെന്നു വരും. അവരെ ഒന്ന് താങ്ങി നിർത്താൻ, കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ, തളർന്നിരിക്കുന്നവരെ ഞാനും കൂടെയുണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെയും കൊണ്ടുപോകുവാനായിട്ടുള്ള ധൈര്യം നമ്മൾ കാണിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ യേശുവിനെ, ജെറൂസലേമിലേക്ക് യാത്ര ചെയ്യുന്ന യേശുവിനെ അനുഗമിക്കുന്നവൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം യേശുവിൻ്റെ പുറകെ പോയി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി ഈ ദിവസം പൂർത്തിയാക്കാം. അങ്ങനെ ഈ നോമ്പിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനും ഈ നോമ്പ് ദിനത്തിലൂടെ വലിയ ആഴ്ചയിലേക്കും കർത്താവിൻ്റെ പീഡാസഹനമാകുന്ന വലിയ ദർശനങ്ങളിലേക്കും നമുക്ക് കടക്കാം. അങ്ങനെ ശക്തിയുള്ളവരായി, പരിശുദ്ധാത്മാവിനാൽ നയിക്കുന്നവരായി ഇന്നത്തെ ദിവസം നമുക്ക് പൂർത്തിയാക്കാം. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.